അടുത്ത 5 വർഷം ജമ്മുകാശ്മീരിൽ വലിയ വികസനം കാണാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ബാങ്കിംഗ് രംഗത്ത് ജമ്മുകാശ്മീരിൽ മാറ്റമുണ്ടായി. ബാങ്കുകളുടെ ഓഹരി മൂല്യത്തിലും മാറ്റം പ്രതിഫലിച്ചു. ഇന്ന് 6 പദ്ധതികളാണ് ജമ്മുകാശ്മീരിനായി സമർപ്പിച്ചത്. 30 പദ്ധതികൾ നിർമ്മാണ ഘട്ടത്തിലാണ്. ടൂറിസം നിക്ഷേപ രംഗത്തിന് വൻ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ജമ്മുകാശ്മീരിൽ സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ശ്രീനഗറിൽ വികസിത് ഭാരത് വികസിത് ജമ്മുകാശ്മീർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വിരളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ജമ്മുകാശ്മീരിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലുള്ള വികസന പദ്ധതികൾക്കാണ് നരേന്ദ്രമോദി സർക്കാർ രൂപം കൊടുത്തിരിക്കുന്നത്. ആ ഒരു മാറ്റം ജമ്മുകാശ്മീരിൻ്റെ സമസ്ത മേഖലകളിലും ആ താഴ്വരയിൽ ഒന്നാകെ ഇപ്പോൾ പ്രകടവുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്? തീർച്ചയായും സുരേഷ്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ആർട്ടിക്കിൾ 370. അതായത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മാറ്റി എടുത്തു കളയുമെന്ന ആ ഒരു നിലപാട്. ആ നിലപാട് വളരെ കൃത്യമായി നടപ്പാക്കുകയും ചെയ്തു രണ്ടാം നരേന്ദ്രമോദി സർക്കാർ. അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ 5 വർഷത്തിനിടെ അതായത് പ്രത്യേക പദവി ഒഴിവാക്കി ഭാരതത്തിൻ്റെ ഭാഗമായി മാറിയതോടെ വൻ മാറ്റമാണ് ജമ്മു കാശ്മീരിൽ സംഭവിച്ചത്. അത് ഒന്നൊന്നായി എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം മുഴുവനും നടന്നത്. ബാങ്കിംഗ് രംഗത്ത് വൻ മുന്നേറ്റം നടത്താൻ ജമ്മു കാശ്മീരിന് സാധിച്ചു. ബാങ്കിംഗ് ബിസിനസ്സിൻ്റെ രംഗത്ത് 3 ഇരട്ടി വർധനവുണ്ടായി എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത്. അതുപോലെ തന്നെ കിട്ടാക്കടം 11% കിട്ടാക്കടം 5% താഴെയായി. നമുക്കറിയാവുന്നതാണ്, ബാങ്കിംഗ് പ്രവർത്തനങ്ങളെ ഏറെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഈ കിട്ടാക്കടം, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കിട്ടാക്കടങ്ങൾ നിയന്ത്രിക്കുന്നതിനും കിട്ടാക്കടങ്ങൾ കുറയ്ക്കുന്നതിനും ഇത്തരത്തിലുള്ള കൃത്യമായ നിയമ നടപടികൾ നടപ്പാക്കുന്ന ഒരു സംസ്ഥാനമായി മാറിയതോടെ, അല്ലെങ്കിൽ ഒരു പ്രദേശമായി മാറിയതോടെ കൃത്യമായി ആ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പാക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ് ഈ കിട്ടാക്കടം പെരുകുന്നത് തടയാൻ സാധിച്ചത്. മാത്രമല്ല, കിട്ടാക്കടം പെരുകുന്നത് തടയുന്നതിന് മറ്റൊരു പ്രധാന കാരണം കൂടിയുള്ളത് കൃത്യമായ ബിസിനസ് നടക്കുന്നത്. അതായത് ഈ ലോണുകളെല്ലാം തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നു. ലോണുകൾ എടുത്ത സ്ഥാപനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും തിരിച്ചടവുണ്ടാവുകയും അങ്ങനെ കിട്ടാക്കടം കുറയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ ഓഹരി മൂല്യത്തിലെ വർധനവും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. അത്തരത്തിലൊരു പ്രത്യേക സാഹചര്യം സാമ്പത്തിക രംഗത്ത് കൃത്യമായി കാണാൻ സാധിച്ചുവെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നൊരു പ്രഭാഷണമായിരുന്നു നടത്തിയത്. മാത്രമല്ല, കുടുംബവാഴ്ചയുടെ പിടിയിൽ കിടന്ന് ഉഴലുകയായിരുന്ന ആ ഒരു പ്രദേശത്തെയാണ് നരേന്ദ്രമോദി സർക്കാർ മോചിപ്പിച്ചത്. മോദിയുടെ സർക്കാരിൻ്റെ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ പറയുന്ന ഓരോ ഭാരതീയനും തൻ്റെ കുടുംബാംഗമാണ് എന്ന അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഇത്തവണയും ജമ്മു കാശ്മീരിൽ അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി. ജമ്മു കാശ്മീരിൽ അത് ആവർത്തിക്കുമ്പോൾ വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉണ്ട് എന്നത് വലിയൊരു വസ്തുത തന്നെയാണ്. മാത്രമല്ല, ജമ്മു കാശ്മീരിലെ ജനതയ്ക്ക് റംസാൻ ആശംസകളും ശിവരാത്രി ആശംസകളും നേർന്നാണ് അദ്ദേഹം പ്രഭാഷണം അവസാനിപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം നേരത്തെ സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ 6 പദ്ധതികൾ ഇന്ന് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. 30 പദ്ധതികൾ നിർമ്മാണ ഘട്ടത്തിലാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട്, അതായത് ആർട്ടിക്കിൾ 370 ഇല്ലാതാക്കിയതിന് ശേഷമുള്ള 5 വർഷം വൻ വികസനത്തിൻ്റെ വൻ മാറ്റത്തിൻ്റെ ദൃശ്യങ്ങൾ ജമ്മു കാശ്മീരിൽ കാണാൻ സാധിച്ചു. ടൂറിസം രംഗത്തും എല്ലാ രംഗങ്ങളിലും ആ മാറ്റങ്ങൾ പ്രതിഫലിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. രാഷ്ട്രീയവും അതുപോലെ തന്നെ സാമ്പത്തികവുമായ വിഷയങ്ങളിൽ കൃത്യമായ ധാരണ ജനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രഭാഷണം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് ജമ്മു കാശ്മീരിലുണ്ടായത്.